ഹായ്, ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിൻ്ററുകളിൽ നിന്ന് എങ്ങനെ ടെസ്റ്റ് പ്രിൻ്റ് എടുക്കാം, അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെ പോർട്ട് മാറിക്കഴിഞ്ഞാൽ പ്രിൻ്റ് വരാത്തൊരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ പോർട്ട് മാറ്റാം, നമ്മൾ കണ്ടിന്യൂസ് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കമാൻഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതായത് പ്രിൻ്റർ ഏത് തന്നെ ആയിക്കോട്ടെ, ബാർകോഡ് പ്രിൻ്ററോ തെർമൽ പ്രിൻ്ററോ അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് പ്രിൻ്ററോ ഏത് പ്രിൻ്റർ ആയിക്കോട്ടെ, ഏത് പ്രിൻ്ററിലായാലും യൂസ് ചെയ്യുന്ന മെത്തേഡുകളെല്ലാം സെയിമാണ്. ഉദാഹരണത്തിന് എപ്സണ്ടർ പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഡിവൈസ് പ്രിൻ്റേഴ്സിൽ എത്തണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡിവൈസ് പ്രിൻ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾഡ് ഡ്രൈവർ സെലക്ട് ചെയ്യുക. ഡ്രൈവർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് പ്രിൻ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ടെസ്റ്റ് പ്രിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പ്രിൻ്റ് പോകും. പ്രിൻ്റർ കണക്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു എറർ വരുന്നത്. ഓക്കെ കൊടുക്കുക, ടച്ച് പ്രിൻ്റിലേക്ക് പോകും. ടച്ച് പ്രിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് എന്ന്, പ്രിൻ്റർ ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ERP അല്ലെങ്കിൽ ഏതാണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ, അപ്പോൾ അതിൽ നിന്ന് മാത്രമാണ് പ്രിൻ്റ് വരാത്തുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് പ്രിൻ്റ് ഓക്കെയാണ്. അതിനുശേഷം പ്രിൻ്റ് വരുന്നില്ല, ടെസ്റ്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. പോർട്ട് USB തന്നെയാണോ കിടക്കുന്നത്, അതല്ല LPT ആണോ, നമ്മുടെ പ്രിൻ്ററിൻ്റെ പോർട്ട് ഏതാണോ, USB ആണെങ്കിൽ ആ USB പുതിയത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കുക. അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് ടെസ്റ്റ് പ്രിൻ്റ് അടിച്ച് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ അടിച്ച ഡോക്യുമെൻറ്റോടെ കമാൻഡോടെ കിടക്കുന്നതാവും ഇപ്പോൾ പ്രിൻ്റ് വരും. അതുപോലെ പ്രിൻ്റർ ഷെയറിങ് നോക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ പ്രിൻ്റർ ക്ലിക്ക് ചെയ്യുക, നേരെ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റർ ഷെയറിങ് ഓക്കെ ആയി. ഇപ്പോൾ ടെസ്റ്റ് പ്രിൻ്റ് ഓക്കെ ആയി. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രിൻ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സി വാട്ട്സ് പ്രിൻറ്റിങ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ വരും. ഇതിൽ പ്രിൻ്റർ ഓപ്ഷൻ എടുത്തിട്ട് ഇതിന് ക്യാൻസൽ ആ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് പോകും. അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാലും പോകും. അതല്ല ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ക്യാൻസൽ അടിച്ച് കഴിഞ്ഞാലും അത് ഇതായി പോകും. അതുപോലെ തന്നെ പ്രിൻ്റർ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് യൂസ് പ്രിൻ്റർ ഓഫ്ലൈൻ ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റർ ഓൺലൈനിലേക്ക് വരും. പ്രിൻ്റർ ഓൺ ആണെങ്കിൽ മാത്രം അത് വരുള്ളൂ. ഇനി ഇത് ക്യാൻസൽ ആ ഡോക്യുമെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ്സ് പോയി. ഇനി എങ്ങനെ ഡിവൈസ് പ്രിൻ്റേഴ്സിലേക്ക് എത്താം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഡിവൈസ് പ്രിൻ്റേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2-3 മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് എല്ലാ രീതിയിലും നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ പാനൽ എടുക്കുന്നു. കൺട്രോൾ പാനലിൽ നമ്മൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് എടുത്തത് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഡിവൈസ് പ്രിൻ്റേഴ്സ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ പാനൽ എടുത്തതിന് ശേഷം നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട്സ് എടുക്കുക. അതിൽ വ്യൂ ഡിവൈസ് പ്രിൻ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഡിവൈസ് പ്രിൻ്റേഴ്സിലേക്ക് എത്തും. അതല്ലെങ്കിൽ ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് DE അടിച്ചാൽ തന്നെ ഇവിടെ ഡിവൈസ് പ്രിൻ്റേഴ്സ്. ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. അതിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഇവിടെ സെർച്ചിൽ റൺ അടിച്ചു കഴിഞ്ഞാൽ റണ്ണിൽ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ പ്രിൻ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഡിവൈസ് പ്രിൻ്റേഴ്സിലേക്ക് എത്തും. ഇത് വിൻഡോസ് 10-ലാണ്. 11-ൽ കൺട്രോൾ പ്രിൻ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാലും കൺട്രോൾ പാനൽ ഡിവൈസ് പ്രിൻ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാലും ഡിവൈസ് പ്രിൻ്റേഴ്സിൻ്റെ ഒരു വ്യൂവിൻ്റെ മറ്റൊരു മെത്തേഡ്, ഒരു വ്യൂ ആണ് വരിക. അതിൽ നിന്നും വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. 7-ൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ സൈഡിൽ തന്നെ കാണും ഡിവൈസ് പ്രിൻ്റേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ പാനലിൽ നിന്ന് കാണും. ഇനി നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡുകളെല്ലാം ഡെസ്ക്ടോപ്പിൽ ഐക്കൺ എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഐക്കൺ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേയിൽ പേഴ്സണലൈസ് എടുത്തതിന് ശേഷം ഇവിടെ തീംസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ വിൻഡോസിൻ്റെ മൈ കമ്പ്യൂട്ടർ അതുപോലെ നെറ്റ്വർക്കിൻ്റെ ഒന്നും ഐക്കൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഇത്രയും ഐക്കൺസ് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ പാനൽ ഇട്ടിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പാനൽ നമ്മൾ ഡെസ്ക്ടോപ്പിനകത്തേക്ക് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനകത്ത് വീഡിയോ ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമ്മുടെ പ്രിൻ്ററുകളുടെ കണക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.